ഫുൾ ലോണിൽ വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഫുൾ ലോൺ, സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഇതൊരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ്, വലിയൊരു സെഡാൻ. ഇത് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയുമാണ്. 4 ലക്ഷം രൂപ മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. ഇതിപ്പോ ഞാൻ 20,000 കുറച്ച് 80,000 രൂപയാണ് വണ്ടി പറയുന്നത്. ഫൈനൽ തന്നേക്കാം. സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ വണ്ടികളിലാണ് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെയാണ് വണ്ടി എടുക്കുന്നത്. CNG ഉള്ള കമ്പനി ഫിറ്റഡ് CNG വരുന്ന വണ്ടി, മാരുതിയുടെ വാഗണർ 2021 വണ്ടി. നമുക്കിത് ഫൈനലി 2,75,000 രൂപ കൊടുക്കാം. 68,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഫുൾ ലോണിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് എടുത്ത വണ്ടിയാണ്. 44,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. 42,000 ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ് 52,000 സർവീസ് വരുള്ളൂ. ജെന്യൂൻ വണ്ടി. 49,000 കിലോമീറ്റർ ഓടിക്കണം. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇത് നമുക്ക് ഫൈനലി 70,000 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 70,000. AC ഫുൾ ഓപ്ഷൻ, AC പവർ സ്റ്റിയറിംഗ്, പവർ 4 ഡോർ, പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, അലോയ് വീല്, കാര്യങ്ങളെല്ലാം തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടി ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് നമ്മൾ വില കുറച്ചിട്ടേക്കുന്നത്. 3.5 ലക്ഷം രൂപ മേളിൽ മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്, നമുക്ക് അറിയാവുന്നതാണ്. സെഡാനിൽ നമുക്ക് ഏറ്റവും വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. CNG അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 60,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഇത് വരുന്നത് 90,000 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. സെലേറിയോ X ആണ്, 2018 മോഡല്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അപ്പോൾ ഓണത്തോട് അനുബന്ധിച്ച് ഷോറൂമിൽ കൊള്ളാത്ത അത്രയും വണ്ടികൾ എടുത്തിട്ടിരിക്കുകയാണ്. തീർച്ചയായും പ്രതീക്ഷിച്ച് നമ്മൾ നേരത്തെ മുൻകൂട്ടി സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്ന വണ്ടികളൊന്നും അല്ല, വേറെ വണ്ടികൾ പുറത്തും കിടപ്പുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് പറ്റിയ കുറേ അധികം വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയാണെന്ന് ഞാൻ പറയാം. SA കാസിലാണ് നമ്മുടെ അഫ്സലിക്ക് അവിടെ ഉണ്ട്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ മെട്രോ പില്ലർ നമ്പർ 257 തൊട്ടടുത്തായിട്ടാണ് ഷോറൂം വരുന്നത്. ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ള പോലെ തന്നെ ഇവിടെ ഫുൾ ടാങ്ക് പെട്രോളും ഡീസലും കൊടുക്കുന്നുണ്ട്. ഓണമായിട്ട് 31-ാം തീയതി വരെ, നമുക്ക് ഓഗസ്റ്റ് 31-ാം തീയതി വരെ ഫുൾ ടാങ്ക് ഫ്യൂവൽ. നമുക്ക് ഒരു വണ്ടിയും തുടങ്ങാൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇടയിൽ പറയാം. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതായത് ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഒരു ഹ്യുണ്ടായുടെ ഇയോൺ ആണ്. പറഞ്ഞോ. ഇയോൺ വരുന്നത് 2018 മോഡല്, സിംഗിൾ ഓണർ, 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. നമുക്ക് 1,90,000 വണ്ടി കൊടുക്കാൻ പറ്റും. ഫുൾ ലോണിൽ വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഫുൾ ലോൺ, സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഇതിന് മേജറായിട്ട് ആക്സിഡന്റോ ഫ്ലഡ് നമ്മുടെ വലിയ വണ്ടികളിൽ ഫ്ലഡ് ഉണ്ടാവില്ല, മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല, കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും. ഇത് മൂന്നും നമ്മുടെ എല്ലാ വണ്ടികളും ഗ്യാരണ്ടിയാണ്. ഇതിനകത്ത് ഇയോണിനെ സംബന്ധിച്ച് നമുക്ക് വില കുറവ് 2-2.5 ലക്ഷം രൂപ മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. പ്രൈസ് കുറയാൻ കാരണം 1 കിലോമീറ്റർ കൂടുതലാണ് ഓടിക്കുന്നത്. പിന്നെ ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബോണറ്റ് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വില കുറച്ചിട്ടേക്കുന്നത്. ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞിട്ടാണ് കൊടുക്കുള്ളൂ. ഇത് മോഡൽ ഏതായിരുന്നു? 2018 ഇറ പ്ലസ്. സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ 1 ലക്ഷത്തിൽ താഴെയുള്ള കുറച്ച് വണ്ടികളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് 60,000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗിൽ വണ്ടിയുണ്ട്. നമുക്ക് 9 ലക്ഷം രൂപ വരെ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. അടുത്തത് വീണ്ടും ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ്, വലിയൊരു സെഡാൻ. 2006 മോഡല് വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്. 2031 വരെയും പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി എന്താ പറയാ, നമുക്ക് ഫൈനലിൽ നമുക്ക് 1,60,000 രൂപ വണ്ടി കൊടുക്കാം. 1,60,000 സിറ്റി ആണോ. 2006 ആണെങ്കിലും ഒരു 2026 ക്വാളിറ്റി വണ്ടിയിലുണ്ട്. ഫ്രഷ് പേപ്പർ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ 2031 വരെയും പേപ്പർ ഉള്ള വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. 5 വർഷത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട. അടുത്ത ടിയാഗോ വരുമ്പോ 2020 മോഡൽ വണ്ടി. XT ആണ് വേരിയന്റ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. നമുക്ക് പ്രൈസ് വരുമ്പോ 3,80,000 രൂപ. 3,80,000. 3,80,000 ഈ വണ്ടി പറയുന്നത്. ഇതിനൊക്കെ എനിക്ക് എത്ര ലിറ്റർ നമുക്ക് വണ്ടി കപ്പാസിറ്റി എത്ര? 35 ലിറ്റർ ആയിരിക്കും. ഏകദേശം 42 ആണ് കമ്പനി പറയുന്നത് വണ്ടികളിൽ. അപ്പൊ ഇതിനും ഫുൾ ടാങ്ക് എല്ലാ വണ്ടികളിലും നമുക്ക് ഫുൾ ടാങ്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഫുൾ ടാങ്ക് ഇന്നലെ നമ്മൾ തരുന്നതായിരിക്കും. ഇത് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയുമാണ്. 4 ലക്ഷം രൂപ മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഇതിനകത്ത് ഇതിനും റീപ്ലേസ്മെന്റ് വരുന്നുണ്ട്. ബോണറ്റ് വന്നിട്ടുണ്ട്, ഒരു ഡോറും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രൈസ് കുറച്ചിട്ടേക്കുന്നത്. ഉള്ള വണ്ടികൾക്ക് പക്ക വണ്ടിയാണെങ്കിൽ നമുക്ക് അതിന്റേതായ മാർക്കറ്റ് ഉണ്ടാവും. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് 4 lakhs above വിൽക്കുന്ന വണ്ടിയാണ്. ഇതിപ്പോ ഞാൻ 20,000 കുറച്ച് 3,80,000 രൂപയാണ് വണ്ടി പറയുന്നത്. ഫൈനൽ തന്നേക്കാം. സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി 4 ലക്ഷം രൂപ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അടുത്തത് വരുന്നത് നിസാൻ സണ്ണി. 2013 സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. XC ബേസ് വേരിയന്റ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്. അതിനകത്ത് നമുക്ക് പവർ വിൻഡോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് 2 lakhs നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 2 ലക്ഷം രൂപ. ഇത് പെട്രോൾ ഡീസലോ? പെട്രോൾ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത്. നമ്മുടെ വണ്ടികളിലാണ് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെയാണ് വണ്ടി എടുക്കുന്നത്. ലോൺ കിട്ടില്ല കേട്ടോ. 2013 സണ്ണിക്ക് നമുക്ക് ലോൺ പറയുന്നില്ല. റെഡി ക്യാഷ് കസ്റ്റമർക്ക് ആയിരിക്കും ബെറ്റർ. അതേപോലെ ഹോണ്ട സിറ്റി പറഞ്ഞതിനും നമുക്ക് ലോൺ കിട്ടില്ല. അതും റെഡി ക്യാഷ് ആയിരിക്കും. 2014 മേളിലോട്ടുള്ള വണ്ടികൾക്ക് നിങ്ങൾ ലോൺ ചെയ്താൽ മതി. അതാണ് കസ്റ്റമർക്ക് മെച്ചം. അതിന് താഴെ സൈഡ് ഫിനാൻസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. നമ്മളത് പ്രൊമോട്ട് ചെയ്യാറില്ല. പലിശ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. ആ നേരം കൊണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി കസ്റ്റമർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് തന്നെ കൊടുക്കുന്നത്.
14 തൊട്ടാണോ നമ്മള് 14 മേളിലോട്ട് നമുക്ക് ജെന്യൂൻ ആയിട്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 3 വർഷമൊക്കെ 3 വർഷം to 4 വർഷം നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം 5 വർഷം വരെ യൂസ്ഡ് കാറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് CNG ഉള്ള വണ്ടി, CNG ഉള്ള കമ്പനി ഫിറ്റഡ് CNG വരുന്ന വണ്ടി മാരുതിയുടെ വാഗണർ 2021 വണ്ടി 4,25,000 രൂപ നമുക്ക് കൊണ്ടു കൊടുക്കാം. 4,20,000. 1 ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, ഏകദേശം 70,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഒന്നുമില്ല, നമുക്ക് 4,25,000 രൂപ വണ്ടി നമുക്ക് കൊടുക്കാം. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. സീറ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ട്, സീറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്. ടയർസ് കണ്ടീഷൻ ഉണ്ട്, വണ്ടി കണ്ടാൽ തന്നെ ഓക്കെ. പെട്രോൾ CNG കൂടുതലും ടാക്സി പർപ്പസ് ആണ് ചോദിക്കുന്നത് ആൾക്കാർ. CNG കാണുമ്പോൾ ലോൺ ചെയ്യാനായിട്ട് ടാക്സിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. റെഡി ക്യാഷ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യപ്പെട്ട് ചെയ്യാൻ പറ്റും. ലോൺ പ്രൈവറ്റ് വണ്ടിക്ക് നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ 4 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വരുന്നത് ഡസ്റ്റർ ആണ്. ഇത് നമുക്ക് 2013 വണ്ടിയാണ്. ഇത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ വണ്ടി 140 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. 1 ടൺ ആണ്, 1 ടൺ ഡീസൽ മാനുവല് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. നമുക്കിത് ഫൈനലി 2,75,000 രൂപ കൊടുക്കാൻ പറ്റും. ഇതിനും നമുക്ക് റെഡി ക്യാഷ് ഞാൻ പറയുള്ളൂ, ലോൺ പറയില്ല. ഇത് ഡീസൽ വണ്ടി 6 സ്പീഡാണ് വണ്ടി, 1 ടൺ ആണ്. അത്യാവശ്യം പവറൊക്കെ ഉള്ള കിടക്കാൻ വണ്ടി തന്നെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ അടുത്ത ക്രെറ്റ വരുമ്പോൾ ഇതുപോലെ ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി തന്നെയാണ്. 2015 മോഡൽ SX ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 68,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഫുൾ കമ്പനി സർവീസ് ഞാൻ പറയൂല, പക്ഷെ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. 20 അത്യാവശ്യം നല്ല കിലോമീറ്റർ, 29,000 വരെ 2019 വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതിനുശേഷം മിസ്സിംഗ് വന്നിട്ടുണ്ട് 1.6 SX. ഇത് നമുക്ക് ഫൈനലി 7 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാം. 7 ലക്ഷം രൂപ ലോൺ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 6 ലക്ഷം രൂപ, ഒരു 1 lakh ഒക്കെ ഡൗൺ പേയ്മെന്റ്, 1,50,000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടി ഫോർഡിന്റെ ആസ്പെയർ പെട്രോൾ 2019 വണ്ടിയാണ്. ന്യൂ ഷേപ്പിൽ നിൽക്കുന്ന വണ്ടി, സെക്കൻഡ് ഓണർ, 64,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. 3,40,000 രൂപ കൊടുക്കാം. ഫുൾ ലോണിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് അടുത്ത വണ്ടിയാണ്. 340 അല്ലേ? 340 ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അത് തേഞ്ഞ ടയറൊക്കെ ആണെങ്കിൽ നമ്മൾ മാറ്റിയിട്ടാണ് അത് കൊടുക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ വന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരാമെന്ന് ചോദിച്ചൊക്കെ ചെയ്ത് കൊടുക്കൂലേ? ചെയ്തുതരാം. ചെറിയ ടച്ച് ആൻഡ് പോളിഷോ അല്ലെങ്കിൽ ടയറിന്റെ എന്തെങ്കിലും കണ്ടീഷനോ അങ്ങനെ ഒന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചാണ് നമ്മൾ വണ്ടി കൊടുക്കുകയുള്ളൂ. അടുത്തൊരു എക്കോസ്പോർട്ട്. അടുത്ത് വരുന്നത് നമുക്ക് ഫോർഡ് എക്കോസ്പോർട്ട് ഡീസലാണ്. 2020 മോഡൽ, 44,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. 42,000 ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ് 52,000 സർവീസ് വരുള്ളൂ. ജെന്യൂൻ വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 8,25,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാം. 8 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാം. ഇത് വേരിയന്റ് ഏതാ? ഫുൾ ഓപ്ഷൻ വണ്ടി, ടൈറ്റാനിയം, പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. കീലെസ് എൻട്രി എല്ലാ കാര്യങ്ങളും വരുന്ന വണ്ടിയാണ്. അടുത്തത് സെൽറ്റോസ്, കിയയുടെ സെൽറ്റോസ് ആണ് വരുന്നത്. 2019 പെട്രോൾ വണ്ടി, 49,000 കിലോമീറ്റർ ഓടിക്കണം. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി, സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. നമുക്ക് 7,90,000 രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. 7,90,000. അതിനകത്ത് ഒരു 7 രൂപ ഒക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, ഫുൾ കമ്പനി സർവീസ് വണ്ടി, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടി കേട്ടോ. കമ്പനി സർവീസ് എന്നൊക്കെ പറയുന്നത് കമ്പനി സർവീസ് ആയതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഹിസ്റ്ററി എന്തെങ്കിലും വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം, ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അടുത്തത് 2016 മോഡല് ഫോർഡ് ഫിഗോ, ന്യൂ ഫിഗോ ആണ് വരുന്നത്. പെട്രോൾ ആണ്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്റർ 61,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയേക്കുന്നത്. നമുക്ക് ഇതാവുമ്പോൾ ഏകദേശം ഫുൾ ലോണിൽ കിട്ടാവുന്ന വണ്ടിയാണ്. 2,60,000 രൂപ ഫൈനൽ വണ്ടി കൊടുക്കാൻ പറ്റും. 260 അല്ലേ? 260 ഫൈനൽ കൊടുക്കാൻ പറ്റും. ഫിനാൻസ് ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം കേട്ടോ. അത് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. 2 ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് പ്രൈസ് കുറയാൻ കാരണം. ഇതിന് 3 ലക്ഷം രൂപ മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് വില കുറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളതുപോലെ നമ്മൾ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഒരു 700-750 സിബിൽ സ്കോർ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാക്സിമം സീറോ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഫിനാൻസ് കയറുള്ളൂ. അടുത്തത് ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. ലോ ബഡ്ജറ്റ് ഏറ്റവും നമ്മൾ പറയാ സാൻഡ്രോ 2007 മോഡല്, അടുത്ത വർഷം ടെസ്റ്റ് വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലി 70,000 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 70,000. AC ഫുൾ ഓപ്ഷൻ, AC പവർ സ്റ്റിയറിംഗ്, പവർ 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, അലോയ് വീല് കാര്യങ്ങളെല്ലാം തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ക്വാളിറ്റി ഇത്തിരി കുറവുണ്ടാവും. കാര്യം 2007 വണ്ടിക്ക് ഞാൻ പക്ക ക്വാളിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. 70,000 രൂപ നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അപ്പൊ അതിന്റേതായത് ഓടിച്ചു പഠിക്കാൻ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറയുന്ന വണ്ടിയാണ്. അടുത്ത കൊല്ലം ടെസ്റ്റ് വരുന്നതാണ്. സാൻഡ്രോ സിംഗ് ഫുൾ ഓപ്ഷൻ വണ്ടി, 70,000 രൂപ വണ്ടി കൊടുക്കാം. അടുത്തത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. 2020 മോഡല്, 33,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. നമുക്ക് 3,60,000 രൂപ ഫൈനൽ കൊടുക്കാം. ഫുൾ ഓണിട്ട് വണ്ടി കൊടുക്കാൻ പറ്റും. സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് വണ്ടി. ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. സ്റ്റോക്ക് കണ്ടീഷനിലാണ് കിടക്കുന്നത്. അത്യാവശ്യം ടയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കേട്ടോ.
അടുത്ത റിച്ച് വരുന്നത് ഇത് നമുക്ക് ലോണൊന്നും കിട്ടൂല. 2012 മോഡല് ZXi ഫുൾ ഓപ്ഷൻ വണ്ടി, അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി, സ്പെയർ കീ സർവീസ് ബുക്ക് എല്ലാം ഉള്ള, ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ബോണറ്റും ഗ്ലാസും ഉണ്ട്. പക്ഷെ വണ്ടി ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഫൈനലിൽ നമുക്ക് 1,90,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,90,000 റെഡി ക്യാഷ്. അടുത്തത് ഒരു ഓൾട്ടോ കേട്ടം വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. 3,25,000 രൂപ കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്. അതിനകത്ത് 3 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒരു 25,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. മോഡൽ വരുന്നത് 2018 50,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിലേക്ക് വണ്ടി. നീറ്റ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് അതിനുണ്ട്. ഡ്രൈവർ സൈഡ് ഡോറും ഡിക്കിയും റീപ്ലേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് നമ്മൾ വില കുറച്ച് ഇട്ടേക്കുന്നത്. 3.5 ലക്ഷം രൂപ മേളിൽ മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്ക് 3.25 ലക്ഷം രൂപ ഫൈനൽ ഞാൻ പറഞ്ഞതും അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് ഒരു ഇന്നത്തെ വീഡിയോ ഏറ്റവും വില കുറഞ്ഞ വണ്ടി. നാനോ ഏതാ മോഡല്? 2012 സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ, കമ്പനി സർവീസിലേക്ക് വണ്ടി. കമ്പനി സർവീസ് എന്നൊക്കെ പറയുമ്പോൾ റെയർ ആണ്, നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. ലേറ്റസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് പുള്ളി ഷോറൂമിൽ കയറിയിട്ടില്ല. അതുവരെയും കമ്പനി സർവീസ് നിലവിൽ നിൽക്കുന്ന വണ്ടിയാണ്. നമുക്കറിയാം പുള്ളി ഓടിക്കുന്നില്ല. ഇത്രമായിട്ടൊരു പ്രായമായിട്ടുള്ള ഏജിലായിട്ടുള്ള പുള്ളിയാണ്. പുള്ളി ഇപ്പൊ പുതിയ വണ്ടി ഓട്ടോമാറ്റിക്കിലോട്ട് മാറിയതാണ്. അതുകൊണ്ടാണ് വണ്ടി കൊടുക്കുന്നത്. 60,000 രൂപ അലോയ് വീൽ അടക്കമുള്ള വണ്ടിയാണ്. കമ്പനി അലോയ് വീൽ അടക്കം വന്ന അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക് വരെയുണ്ട് വണ്ടിക്ക്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അലോയ് വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാനുണ്ട്. പിന്നെ ഈ മോഡൽ വണ്ടി ആകുമ്പോൾ നമുക്ക് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഓടിച്ച് പഠിക്കാനൊക്കെ എടുക്കാം. ധൈര്യപ്പെട്ട് ഓടിച്ച് പഠിക്കാനുള്ളവർക്ക് വരാം. എന്തെങ്കിലും കൂടി ഞാൻ ചെയ്തു തരാം. 60,000 ഞാൻ ചോദിക്കണം. അപ്പൊ അതിന്റെ കുറവുകളുടെ എന്തെങ്കിലും ഞാൻ ചെയ്തു തരുകയും ചെയ്യാം. നോ പ്രോബ്ലം. അപ്പൊ ഇനി ഉള്ള വണ്ടികൾ ഷോറൂമിന് പുറത്താണ്. സ്ഥല പരിമിതി കൊണ്ട് കിടക്കുന്ന വണ്ടി നമുക്ക് ഉള്ള വണ്ടിയാണ്. സെഡാനിൽ നമുക്ക് ഏറ്റവും വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇച്ചിരി ബോഡി ഇതുണ്ട്. ഈ പറഞ്ഞ പോലെ ഓടിച്ച് പഠിക്കാനുള്ള കണ്ടീഷനിലുള്ള വണ്ടിയാണ്. നമുക്ക് 75,000 രൂപ സിറ്റി കൊടുക്കാം. 2004 മോഡൽ 29 വരെയും പേപ്പർ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി, 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. കുറച്ച് പെയിന്റിങ് ടച്ചപ്പ് ഉണ്ട്. അപ്പൊ ഈ വിലയുടെ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ആ വിലയാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പൊ അടുത്ത വണ്ടി എവിടെ കിടക്കുന്നത്? അടുത്തത് നമ്മുടെ കിടക്കുന്നത് സെലേറിയോ ആണ്. സെലേറിയോ VXi ഓട്ടോമാറ്റിക് ആണ്. CNG അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർ, 60,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഇത് വരുന്നത് 3,60,000 രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. 3.60 ലോൺ കൊടുക്കാൻ പറ്റും. നമുക്ക് 3.5 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. ഡോർ എന്തോ റീപ്ലേസ്മെന്റ് ഉണ്ട് അതിനകത്ത്. 3,60,000 രൂപ. പിന്നെ CNG അഡീഷണൽ ചെയ്തേക്കുന്നതുകൊണ്ട് ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ട്. കമ്പനി CNG പോലെ അല്ല, 17 കമ്പനി CNG ഇല്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അത് റേറ്റ് വ്യത്യാസപ്പെടുത്തി തന്നെ കൊടുക്കുന്നത്. 3,60,000 രൂപ കൊടുക്കാം. RC-യിലുള്ളതാണ്. എൻഡോസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. വണ്ടി ജെനുവിൻ ആണ്. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓടിച്ചാലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല വണ്ടിയാണ്. 3,60,000 രൂപ ഓട്ടോമാറ്റിക് CNG വേറെ വണ്ടി കിട്ടില്ല. ആ വണ്ടി കണ്ടാലും ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് ഒരു 6 സീറ്റർ വണ്ടിയാണ് വന്നത്. മഹീന്ദ്രയുടെ KUV 100 വരുന്നത്. K2 ബേസ് മോഡൽ വണ്ടിയാണ്. പെട്രോൾ ആണ്. 40,000 കിലോമീറ്റർ. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 2.5 ലക്ഷം രൂപ. ഏകദേശം 2 ലക്ഷം രൂപ ലോൺ പാസ് ആകുന്ന വണ്ടിയാണ്. 50,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാം. 6 സീറ്റർ ആണ്. നല്ല വണ്ടിയാണ്. ആ ഒരു സെഗ്മെന്റിൽ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അടുത്തത് ലോ കിലോമീറ്റർ വണ്ടി തന്നെയാണ്. പക്ഷേ ഇത്തിരി ക്വാളിറ്റി കുറവുണ്ട് വണ്ടിക്ക്. അതനുസരിച്ച് നമുക്ക് വിലയും കുറച്ച് കൊടുക്കാൻ പറ്റും. റീപ്ലേസ്മെന്റ് ഉണ്ട്. ഹിസ്റ്ററിയിൽ തന്നെ ആക്സിഡന്റ് വർക്ക് ഉള്ള വണ്ടിയാണ്. നമുക്ക് 2,90,000 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. സെലേറിയോ X ആണ്. 2018 മോഡല്. 60,000 കിലോമീറ്റർ. തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നത്. നല്ല വണ്ടി, സിംഗിൾ ഓണർ, നല്ല വണ്ടി. ക്ലീൻ പീസ് വണ്ടിക്ക് 4 ലക്ഷം രൂപ മാർക്കറ്റ് ഉണ്ട്. മാനുവൽ വണ്ടിക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. 2,90,000 രൂപ ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർ ഓട്ടോമാറ്റിക്കലി നിൽക്കുന്ന വണ്ടിയാണ്. 2015 സെക്കൻഡ് ഓൺഷിപ്പ്. 60,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. പക്ക കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടി. 4,75,000 രൂപ നമുക്ക് വണ്ടി കൊടുക്കാം. പെട്രോൾ ഓട്ടോമാറ്റിക്. എക്കോസ്പോർട്ടിൽ പെട്രോളിന് മാത്രമാണ് ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ. ഡീസൽ മാനുവൽ വരുന്നുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടി. ടൈറ്റാനിയത്തിൽ നിൽക്കുന്ന വണ്ടി. ടൈറ്റാനിയം പ്ലസിലുള്ള വണ്ടി. 6 എയർ ബാഗ് നിൽക്കുന്ന വണ്ടിയാണ്. ടോപ്പിന്റെ വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കലി ആ ടൈമിൽ അതെല്ലാം വരുന്നത് 6 എയർ ബാഗോടെയാണ് വന്നത്. ആ ടൈമിൽ 2015. അപ്പൊ ഇനി വണ്ടികളുണ്ടോ? ഇനി നമുക്കുള്ളത് 2-3 വണ്ടികളും കൂടി കിടപ്പുണ്ട്. ഇപ്പൊ ഇവിടെ ഇല്ല. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് കിടപ്പുണ്ട്. 2021 മോഡൽ ZXi AGS നിൽക്കുന്ന വണ്ടി. ഫുൾ ലോഡ് വണ്ടി. 20,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ക്ലീൻ പീസ് വണ്ടിയാണ്. അത് നമുക്ക് 6,90,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. വേറെ വണ്ടി ഉണ്ടല്ലോ. പിന്നെ ഉള്ളത് ഇയോൺ കിടപ്പുണ്ട്. 2013 വണ്ടിയാണ്. ഇയോൺ മാഗ്നയാണ് കിടക്കുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർ. നല്ല വണ്ടിയാണ്. അത് നമുക്ക് 1,30,000 രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. വേറെ വണ്ടിയുണ്ടോ? വേറെ പിന്നെ ഉള്ളത് I20 ഉണ്ട്. പെയിന്റിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. 2016 മോഡൽ വണ്ടി. അത് വരുമ്പോൾ നമുക്ക് 3,00,000 ലക്ഷം രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 17 മോഡൽ വണ്ടി. അതാണ് 17 മോഡൽ വണ്ടി. അതൊക്കെ പെയിന്റിങ്ങിന് കിടക്കുകയാണ്. ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളായിട്ട് കിടക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു നെക്സോൺ കിടപ്പുണ്ട്. 2019 മോഡൽ വണ്ടി.
4.5 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടി, 4.5 സോറി കേട്ടോ, 5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയ 5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയ വണ്ടി. ഇതൊക്കെ നമ്മുടെ കാറ്റലോഗിൽ എല്ലാം കാറ്റലോഗിലുണ്ട് വണ്ടികളുണ്ട്. ഓരോ വർക്കായിട്ട് നമ്മൾ ടച്ച് ആൻഡ് പോളിഷിംഗ് ആയിട്ട് ഇത്ര വണ്ടികളുണ്ട്, ഓരോന്ന് ഇട്ട് കൊടുത്തേക്കാണ്. അതെ, അപ്പൊ ഷോറൂമിന്റെ ആ ഒരു പരിമിതി, സ്ഥലപരിമിതി കൊണ്ടാണ് നമ്മൾ പല സ്ഥലത്തായിട്ട് വണ്ടികൾ ഇട്ടിരിക്കുന്നത്. ഷോറൂം വിപുലീകരിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും അടുത്ത സ്ഥലം നോക്കുന്നുണ്ട് നമ്മൾ. റോഡ് സൈഡിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കളമശ്ശേരി ടു മെട്രോ, ആലുവ ടു തൃപ്പൂണിത്തുറ, കാക്കനാട് ഏരിയകളിൽ റോഡ് സൈഡ് മെട്രോ ആക്സസ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു 10-15 സെന്റ് സ്ഥലവും നമ്മൾ നോക്കുന്നുണ്ട്, വാടകയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പൊ സ്ഥലം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു വിളിക്കാട്ടോ, ഷോറൂം തുടങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴത്തും പോലെ ഡീസലും പെട്രോളും ഇവിടെ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ നമ്മൾ പെട്രോളും ഡീസലും കൊടുക്കുന്നു പറയുമ്പോൾ ഇതൊക്കെ എല്ലാവരും കൊടുക്കുന്നതല്ലേ എന്ന് പറയും. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു കാറിന് ഫുൾ ടാങ്ക് പെട്രോൾ എടുക്കാന്ന് പറയാൻ എത്ര രൂപ വരും എന്നുള്ളത്. കുറഞ്ഞത് 35 ലിറ്റർ കപ്പാസിറ്റി വരും വണ്ടിക്ക്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ അത് നിസ്സാര കാര്യമാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കോടീശ്വരനായിരിക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ കോടീശ്വരന്മാരും കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് പെട്ടെന്ന് വേണം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, ഇക്കൊക്കെ തിരക്കുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് അർജൻസി കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇട്ടേക്കാം. പിന്നെ നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നേരിട്ട് വരിക, വന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. അതിനുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങൾ റേറ്റിലൊക്കെ ചെയ്തു. നിങ്ങൾ ഫോണിൽ കൂടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഇത് നമുക്ക് ചെയ്തു തരാൻ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നേരിട്ട് വന്ന് വണ്ടി നോക്കി ടെസ്റ്റ് ഡ്രൈവ്. നമ്മൾ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ് നിൽക്കുന്നത്. ഓൾ കേരള നമ്മൾ ഡെലിവറി ഉണ്ട്. ഓൾ കേരള എന്നല്ല, ഓൾ ഇന്ത്യയിലും നമ്മൾ ഡെലിവറി കൊടുക്കും. ചെന്നൈയിൽ വരെ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. എക്സ്പെൻസ് വരും, അതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ഡെലിവറി മാത്രമല്ല, എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. എന്താ പറയാ, പാർക്കാൻ സെയിലുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വണ്ടികൾ നമുക്ക് ഇവിടെ ഇടാൻ പറ്റുന്നത്. വണ്ടി വിൽക്കാണ്ടെങ്കിലും സമീപിക്കാം, നല്ലൊരു മാർക്കറ്റ് റേറ്റ് ഒക്കെ തരുന്നതായിരിക്കും. തീർച്ചയായും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറയാം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ മെട്രോ പില്ലർ നമ്പർ 257 തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. അഫ്സലിക്ക നടക്കട്ടെ. അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. നിങ്ങൾക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അടുത്ത വീഡിയോയിൽ കാണാം.